നേമത്തെ തെരഞ്ഞെടുപ്പ് ചൂടേറ്റിക്കൊണ്ടാണ് ഇന്നലെ അഘോരികളുടെ രംഗപ്രവേശം. ഉത്തരേന്ത്യയിൽ നിന്നുള്ള അഘോരികളുടെ ഒരു സംഘമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എത്തിയത്. BJP സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും കാണാനും ആശീർവദിക്കാനുമാണ് എത്തിയതെന്നാണ് അവർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം വൈകിട്ട് നേമത്ത് നടന്ന ഒരു കുടുംബയോഗത്തിലും ഇവർ പങ്കെടുത്തു. രാജീവ് ചന്ദ്രശേഖരും പ്രാദേശിക BJP നേതാക്കളുമൊക്കെ പരിപാടിയിലുണ്ടായിരുന്നു. ആ കുടുംബയോഗത്തിൻ്റെ വേദിയിൽ അഘോരികളിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. രാജീവ് ചന്ദ്രശേഖരനെ ആശീർവദിക്കുന്നു. BJPക്ക് കേരളത്തിൽ ജയിക്കാൻ തൻ്റെ ആശീർവാദം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഘോരി സംസാരിക്കുന്നത്. ഇതാണ് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നത്. മതം തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നതിൻ്റെ തെളിവായാണ് വി ശിവൻകുട്ടി ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇതിനെ കാണുന്നത്. മാത്രമല്ല, എങ്ങനെയാണ് സ്ത്രീകളും കുട്ടികളുമുള്ള വീട്ടിൽ ഇത്തരം ആളുകളെ കൊണ്ടുചെല്ലാൻ കഴിയുക? അവർ ആകെ ഭയന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അഘോരികളുടെ രംഗപ്രവേശത്തെ അഘോരികൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJPക്ക് വേണ്ടി ഇറങ്ങിയതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി രംഗത്തെത്തിയത്. അഘോരികൾ അവരുടെ മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ആരും എതിരില്ല. അവർക്ക് ചില സംരക്ഷണങ്ങളുണ്ട് അഘോരികൾക്ക്. ആ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളിൽ പൂജയ്ക്കോ അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പങ്കെടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് മതപരമായി ബന്ധമുള്ള ആൾക്കാരാണ് ഈ അഘോരികൾ എന്ന് പറയുന്നത്. അത് അവർ വന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുകയാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾക്കെതിരാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് എതിരാണ്. അഘോരികൾ വരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല, ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് UDF സ്ഥാനാർത്ഥി ശബരിനാഥനും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഞാൻ ഈ മലയാളികളായിട്ടുള്ള വോട്ടർമാരെയാണ് മാക്സിമം കാണാൻ നോക്കുന്നത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. മാക്സിമമായിട്ട് നാട്ടുകാരെ കാണുക, ആൾക്കാരെ കാണുക, വോട്ട് പിടിക്കുക, ജനങ്ങളുമായി ഗ്രൗണ്ടിൽ ബന്ധപ്പെടുക. ആ ഒരു ഉപദേശമാണ് അദ്ദേഹത്തിന് ഞാൻ നൽകുന്നത്. സ്വാമിമാരൊക്കെ വന്നും പോട്ടെ, പക്ഷെ എനിക്ക് സ്വാമിമാർ യോഗിയുടെ UP യെക്കുറിച്ചാണ് സംസാരിച്ചത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും എല്ലാവരെയും കാണാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ മാക്സിമം ഇവിടെയുള്ള എല്ലാ വോട്ടർമാരെയാണ് കാണാൻ ശ്രമിക്കുന്നത്. എന്നാൽ അഘോരികൾ BJP ക്ഷണിച്ച പ്രകാരമല്ല വന്നത്. കന്യാകുമാരിയിലേക്കുള്ള യാത്രക്കിടെ ഇവിടെ എത്തിയതാണെന്ന് തന്നോട് ഡീസൽ കാശ് വാങ്ങിയെന്നുമാണ് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. അത് ഞാനല്ല കേട്ടോ. ഞാൻ അവിടുന്ന് നടന്നു പോകുമ്പോൾ ഇവര് ഒരു വണ്ടിയിൽ പോവായിരുന്നു. നിങ്ങൾ BJPക്കാരനാണെന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. ഞങ്ങള് ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്, കന്യാകുമാരിയിൽ പോവാണ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞൊരു കുടുംബയോഗത്തിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ പിന്നിലങ്ങ് വന്നു. ഞാൻ അവരെ അറിയില്ല. അവർ വന്ന് ഡീസലിന് കാശ് ചോദിച്ചു. ഞാൻ 500 രൂപ കൊടുത്തു. അവർ പോയി. ഏതായാലും നിരവധി വിഷയങ്ങൾ നേമത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായുണ്ട്. അതിനൊപ്പമാണ് അഘോരികളുടെ രംഗപ്രവേശവും. സംസ്ഥാനത്ത് സന്യാസിമാരും ഇത്തരത്തിലുള്ള അഘോരികളുമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഇത് ആദ്യമാണ്. അവർ BJP ക്ഷണിച്ചു വന്നതല്ല എന്ന് BJP നിലപാടെടുക്കുന്നു. എന്നാൽ BJPയുടെ ഒരു കുടുംബയോഗത്തിൽ അവർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇത് വരും ദിവസങ്ങളിലും സജീവമായി തന്നെ ചർച്ചാ വിഷയമാക്കാനാണ് ഇടത് വലത് മുന്നണികളുടെ തീരുമാനം. അതിനെ പ്രതിരോധിക്കാൻ BJPയും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.